ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പം DTDC വഴിയാണ് പ്ലാൻസ് അയക്കുന്നത്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. കേരളത്തിൻ്റെ അകത്ത് CC സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസാണ്. അത് 1 kgക്കാണ്. നമ്മൾ മാക്സിമം മണ്ണ് കുറച്ച് ചകിരിച്ചോറ് വെച്ചിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ. ഗൂഗിൾ പേ നമ്പർ ഇതല്ല. ഗൂഗിൾ പേ നമ്പർ നമ്മൾ അപ്പോൾ തരുത്തതേ ഉള്ളൂ. പിന്നെ റിപ്ലൈ തരാൻ ലേറ്റ് ആയാലും റിപ്ലൈ തരും കേട്ടോ. അത് കൂടുതൽ മെസ്സേജ് ഇടണ്ട. ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം ഇടുക. അല്ലെങ്കിൽ ഇടണമെങ്കിൽ നമ്പർ ഇട്ടാലും മതി. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പിന്നെ സ്ക്രീൻഷോട്ട് ഇടുക. ഇത്രയും പ്ലാൻസ് വേണമെന്ന് പറയാം. അത് എപ്പോഴായാലും ഞാൻ വന്ന് വോയിസ് മെസ്സേജ് ഇടാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 185 രൂപ, 185. നല്ല ഗ്രീനിൽ നടുക്കായിട്ട് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ചേർന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് കോമൺ ആണ്, എല്ലായിടത്തും കാണുന്നതാണ്. അതിന് വലിയ റേറ്റ് ഇല്ല. 20 റുപ്പീസ് കേട്ടോ. ഇനി ആരുടെയെങ്കിലും വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാം. പിന്നെ ഇത് റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 180. ഒരു പീച്ച്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എല്ലാം കൂടി ചേർന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തതെന്ന് പറയുന്നത് കലാത്തിയ പീക്കോക്ക്. ആ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290. ഇത് ഒരു ഷൂട്ടല്ല, 2-3 ഷൂട്ട്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 290. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് പ്രെയർ പ്ലാന്റ് എന്ന് പറയും. കലാത്തി പ്ലാന്റിന് ഇത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ നിൽക്കും, കൈകൂപ്പുന്ന മാതിരി. അതുകൊണ്ട് പ്രെയർ പ്ലാന്റ്. ഇത് സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഒരു തൈക്ക് 50 രൂപ. നമുക്കിതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ യെല്ലോ വരുന്ന തൈകളിൽ നിന്ന് നമുക്ക് ലീഫ് കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ടൈപ്പ് കിട്ടത്തില്ല. വെറും ഗ്രീൻ മാത്രമുള്ളതേ നമുക്ക് തൈയായിട്ട് കിട്ടത്തുള്ളൂ. അടുത്തത് മരാന്ത. വൈറ്റ് ഗ്രീന് ചേർന്നത് മരാന്ത. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഒരു തൈ 20 രൂപ. ഇത് ഡിഫൻറ്റ് ബാച്ചിയ. കുറച്ച് ഒച്ചൊക്കെ കഴിച്ച് കേട്ടോ. ഇത് ഡിഫൻറ്റ് ബാച്ച്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. അടുത്തത് ലക്കി ബാമ്പു. ഗ്രീന് വൈറ്റ് ചേർന്ന് വെരിഗേറ്റഡ് ലക്കി ബാമ്പു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. അടുത്തത് ബ്ലാക്ക് CC പ്ലാന്റ്. റേറ്റ് കൂടുതലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 ആണ്. ഇതിൽ 3-4 ഷൂട്ട്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിക്ക് നമ്മൾ ഇട്ട് തരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും പറഞ്ഞ് പിക്ക് ഇട്ട് തരുമെന്നേ. ഈ 20-ൻ്റെയും 10-ൻ്റെയും അല്ലെങ്കിൽ 30-40 അതിൻ്റെ ഒന്നും പിക്കിടാൻ പറയല്ലേ ദയവേത്. നമുക്കത് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അത്രയും നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. ഈ റേറ്റ് കൂടിയ പ്ലാൻസൊക്കെ ഞാൻ പിക്ക് ഇട്ട് തരും. പിക്ക് എങ്ങനെയെന്നറിയോ ഇട്ട് തരുന്നത്? നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ ഏത് പിക്കാണോ അയച്ചു തരുന്നത് ആ പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാക്ക് ചെയ്ത് അയച്ചത് അങ്ങനെയായിരുന്നു. ഏതാണോ അയച്ച് കാണിക്കുന്നത് ആ പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത്. അതിൻ്റെ മുൻപായിട്ട് നമ്മൾ പിക്ക് ഇടത്തില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതെന്തോ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ പിക്കിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആർക്കൊക്കെയാണ് ഞാൻ ഏത് പിക്കിട്ടേന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും നിങ്ങൾ അയച്ചു തന്ന പിക്കല്ലല്ലോ ഈ പ്ലാന്റ് എന്ന് പറയും. പ്ലാന്റ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുമല്ലോ, ചെറിയ വലിപ്പ ചെറുപ്പം ഉണ്ടാകും. അപ്പം ഞാൻ ആ പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് പിക്ക് ഇടുന്നത്. ഇത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുണ്ടായിരുന്ന 220 ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ല. തൊട്ട് മുമ്പ് കാണിച്ചത് ബ്ലാക്ക് വെൽവെറ്റ് അല്ല. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് അലോക്കേഷ്യ നിഞ്ച. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 230. ഇതും ബ്ലാക്ക് വെൽവെറ്റും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നെങ്കിലും രണ്ടും വേറെയാണ്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു റൗണ്ട് വരുന്നുണ്ട് മറ്റേ ലീഫിനെക്കാളും. നീക്കോ നാച്ച, നിന്നെയും കൊല്ലും ഞാനും ചാവും. അത് സിനിമയുടെ പേര് കേട്ടോ. അതെന്താ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഈ ഓഫീസിലൊക്കെ ഇങ്ങനെ വെക്കാൻ കൊള്ളാം. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണോ എന്ന് സംശയം തോന്നും. അടുത്തത് ഇത് എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ്. എന്താണ്? പെഡിലാന്തസ് വെരിഗേറ്റഡ് 10 റുപ്പീസ്. ഇത് മുറികൂട്ടി 10 റുപ്പീസ്. ഇത് ഫിലോഡൺ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250. ഇതിൻ്റെ വെരിഗേറ്റഡും ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഞാൻ അത് പക്ഷേ വീഡിയോയിൽ കാണിച്ചില്ല. അതും 250 തന്നെയാണ് പ്രൈസ്.
ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കുറച്ചുകൂടി വില കുറയുമോ എന്ന് ചോദിച്ചിട്ട്. ശരിയാണ്, കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കാൻ പറ്റുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ പാക്കിങ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ കിടന്ന് പാടുപെട്ടി ഈ പിങ്ക് പ്രിൻസസ്, വൈറ്റ് പ്രിൻസസ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട്. അതിങ്ങനെ വളഞ്ഞിരിക്കുമല്ലേ, നമുക്കത് ഒടിയാതെ എത്തുകയും വേണം. നല്ല രീതിയിൽ ടെൻഷനായിരുന്നു ശരിക്കും പാക്ക് ചെയ്യുന്ന സമയത്ത്, എത്തുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ. അത് എത്തി അതിൻ്റെ പിക്ക് കണ്ടപ്പോൾ സമാധാനമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വൈറ്റ് പ്രിൻസസും പിങ്ക് പ്രിൻസസും ഒക്കെ ഉണ്ടല്ലോ, ഈ വളഞ്ഞൊക്കെ കിടക്കുന്ന കുറച്ചധികം വളർന്ന് കിടക്കുന്നതിൽ നിന്നൊക്കെ വെട്ടി, ഇതാരും ഇരട്ട് തിരിക്കുന്നത് അത് ഇതാണ് സിങ്കോണിയാണ്. അപ്പോൾ കുറച്ച് വളഞ്ഞിരിക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ വെട്ടി വേരുപിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റ്സ് വരും കേട്ടോ, അപ്പോൾ വാങ്ങിക്കാം. പിന്നെ നമ്മൾ തിരക്കുന്നുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ്, ചെറിയ വിലയ്ക്കുള്ളതേ. കാര്യം നമുക്കത് പറയാതെ തന്നെ അറിയാം, വാങ്ങിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച് അത് വളർത്തിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കിയത് നമ്മൾ തിരക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരും കേട്ടോ. ഇത് ബിർക്കിൻ ഇപ്രാവശ്യം കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസിലും വ്യത്യാസം വന്ന് 150 അങ്ങനെ ഒരുപാട് കുഞ്ഞെന്നൊന്നും പറയാനില്ല, കുറച്ചും ചൂടായിട്ടുള്ളൊരു പ്ലാന്റ്. ശ്രീലങ്കൻ മുല്ല, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. ഇത് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് കുഫിയ ഡാർക്ക് പിങ്ക്, പിന്നെ നമുക്ക് ലൈറ്റ് പിങ്കും ഉണ്ട് കേട്ടോ. ഇത് ഡാർക്ക് പിങ്ക് 20 റുപ്പീസ്, കുഫിയ 20 രൂപയാണ്. അതുകൊണ്ട് ഇത് ലൈറ്റ് പിങ്ക്, 2 കളറുണ്ട്, 20 റുപ്പീസ്. അടുത്തത് സിഫീഡിയം, ഇതിലൊരു വെള്ള പൂ പിടിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഒരുപാട് തൈകളുണ്ടാകും കേട്ടോ, പെട്ടെന്ന് തൈകളുണ്ടാകും. ഇത് ഇങ്ങനെ നടുക്കുന്നാണ് ഇങ്ങനെ പൂ വരുന്നത്. ഇത് പ്ലേറ്റ് അരേലിയൻ എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് പെഡലാന്തസ് ഗ്രീൻ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. ഇതൊരു ലീഫി പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടിയിൽ പർപ്പിൾ, മുകൾ വശം ഡാർക്ക് ഗ്രീന്, 20 റുപ്പീസ്. ഇത് വൈറ്റ് പ്രിൻസസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. പിന്നെ പിങ്ക് പ്രിൻസസും ബ്ലാക്ക് പ്രിൻസസും ഉണ്ട് കേട്ടോ. ഇത് യുജീനിയ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക, നല്ലതുപോലെ വെള്ളവും കൊടുക്കുക. ഇത് സ്നേക്ക് പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. അടുത്തത് വോക്കിംഗ് ഐറിസ്, നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്ന വോക്കിംഗ് ഐറിസ്. പെട്ടെന്ന് പൂക്കൾ പിടിക്കും കേട്ടോ, അങ്ങനെ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട. പിന്നെ നമ്മളൊരു തൈ വെച്ച് അതിൻ്റെ കൂടെ ഒരു തൈയും കൂടിയൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഫ്ലവർ പിടിക്കാൻ തുടങ്ങും. വലിയ കെയറിങ് ഒന്നും വേണ്ട, കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി, നന്നായിട്ട് പൂക്കൾ പിടിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ്. ഇത് ലീഫി പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണം, എങ്കിലേ നല്ല കളർ കിട്ടത്തുള്ളൂ. ഇത് വെയിൽ കുറഞ്ഞ ഭാഗത്ത് നിന്നതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മുൻപ് മുതലേ ഉള്ള ചെടികളാണ്, ക്രോട്ടൺ പ്ലാന്റ്. പക്ഷേ ഇപ്പം അത്ര ആരുടെ അങ്ങനെ വീടുകളിൽ നമ്മൾ കാണുന്നില്ല. ഇപ്പം ഇതിന് പകരം നമ്മൾ കൂടുതലും വെക്കുന്നത് അഗ്ലോണിമ കലാത്തി പോലുള്ള ചെടികളാണ്. പക്ഷേ പണ്ടത്തെ ഒക്കെ വീടുകളിൽ അലങ്കരിച്ചിരുന്നത് ഇങ്ങനെയുള്ള ചെടികളാണ്. എന്നിട്ട് കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഹൈറ്റ് വെക്കുന്നതല്ലേ, ഇപ്പം ഇതിൽ സീരിയൽ ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് 2 ദിവസം പാട്ടൊക്കെ വെച്ച് കോളാമ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചൊക്കെ വെച്ച് അല്ലേ. നമ്മുടെ അയലത്തൊക്കെ കല്യാണം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ വീട്ടിൽ 2 ദിവസം പാട്ടിടുമ്പോഴത്തേക്ക് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ 2 ദിവസവും ആ എല്ലാ സിനിമയിലെ നായിക നമ്മളായിരിക്കും. അയ്യോ പറയാൻ പറ്റും. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. യെല്ലോ ഗ്രീന് ചേർന്നത്, നല്ല കേട്ടോ കാണാനായിട്ട്, നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അയ്യോ മറ്റേതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല, ആ ക്രോട്ടൺ പ്ലാന്റ് 25 റുപ്പീസാണ് ഒരു തൈ, 25 റുപ്പീസ്. എല്ലാം വേര് പിടിച്ച പ്ലാന്റാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്, ഇത് ഞാനിത് കാണിക്കാൻ വേണ്ടിയാട്ടോ. ഇത് കണ്ടോ, ചട്ടിയുടെ പുറത്ത് ഒരു തൈ വളർന്നിരിക്കുന്നു. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പിടിച്ചതാണ്. ഇത് സിങ്കോണിയം, 20 റുപ്പീസ്. അടുത്തത് ടാങ്കിൾ ഹാർട്ട്, 5 റുപ്പീസ്. ഹാങ്ങിങ് പ്ലാന്റ് ആണ്, 5 റുപ്പീസ്. അടുത്തെന്ന് പറയുന്നത് ഫേണ്, കറക്റ്റ് പേര് അറിയത്തില്ല, ഫേണ് ഏത് ഇതാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് ബ്ലാക്ക് റബ്ബർ പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 റുപ്പീസ്. ഇത് ഫിലോഡോണ്ടർ മൈക്കൻസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അടുത്തത് ഇത് വെർബീന, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്, ഇത് കോമൺ ആണ്, എല്ലാവരുടെയും വീടുകളിൽ കാണും. ഇനിയും വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് വാങ്ങിക്കാം കേട്ടോ, 30 റുപ്പീസല്ലേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത്
വെരിഗേറ്റഡ് അരേലിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസും. ഇത് കലാത്തിയ വെറൈറ്റി, കലാത്തിയ റെഡ് ആപ്പിൾ. ഇതിന് പ്രൈസ് എന്ന് പറയുന്നത്, ഇത് ഓരോ ചട്ടിയിലും 2 തൈ വീതമുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും നമ്മൾ അയക്കുന്നത്. സിംഗിൾ ഷൂട്ട് ഇല്ല ഇതിന്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290. റേറ്റ് കൂടിയ പ്ലാന്റ് ആട്ടോ ഇത്. അതുകൊണ്ട് 290 എന്ന് പറയുന്നത് അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഉണ്ടായിരുന്നു. അന്നേരം കുറച്ച് പേർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പ്രൈസ് 240. ഇതും പ്ലാസ്റ്റിക് ലീഫ് കണക്ക് ഇരിക്കുകയാണ് കണ്ടാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ നാളെ ഒരു വീഡിയോയും കൂടി കാണും കേട്ടോ. ഇതിൽ കുറച്ചുകൂടി പ്ലാൻസ് ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട്. സമയക്കുറവ് കൊണ്ടാണ്. നാളെ കാണും വീഡിയോ. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ, പിക്ക് ഇട്ടിട്ട് ആ പിക്കിലുള്ള ആ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. പിന്നെ കുറേ മെസ്സേജ് എടുക്കാൻ ഡിലേ ആയി കിടപ്പുണ്ട്. അത് എടുക്കാം കേട്ടോ, എടുത്ത് റിപ്ലൈ തരാം. കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ മെസ്സേജ് ഇടല്ലേ. കൂടുതൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ പോയി കിടക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, പ്ലാൻസ് വേണമെന്ന് പറയുക. അപ്പം ഞാൻ വന്ന് വോയിസ് ഇട്ടിട്ട് ഞാൻ പ്രൈസ് ലിസ്റ്റ് ഇട്ട് തരും അങ്ങോട്ട്. അപ്പം എന്നിട്ട് ഗൂഗിൾ പേ നമ്പറും തരും. അപ്പോൾ എനിക്കിങ്ങനെ അഡ്രസ്സും അയച്ചിട്ടാൽ മതി. പിന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ടൊന്ന് അയക്കണേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ലേറ്റാണ് വന്നാലും സ്റ്റൈലാണ് വന്ന് റിപ്ലൈ തരും കേട്ടോ. ബൈ.